Good morning all. Then നമ്മൾ EMIന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ തേർഡ് ക്ലാസ്സിലേക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സോളിനോയിഡ് ഹാസ് 2000 turns wound over a length of 0.30 meter. The area of its cross section is 1.2 into 10 raised to minus 3 meter square. Around its central section, a coil of 300 turns is wound. If an initial current of 2 ampere in the solenoid is reversed in 0.25 seconds, then the EMF induced in the coil is. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാല് ഒരു സോളിനോയിഡിൽ ഇനീഷ്യലി അതിൽ 2000 ടേൺസ് ആണ് ഉള്ളത്. ദെൻ അതിന്റെ ലെങ്ത് 0.30 മീറ്റർ ആണ്. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് 1.2 into 10 raised to minus 3 meter square ആണ്. ദെൻ അഗൈൻ എന്താ ചെയ്തത്, അതിന്റെ സെൻട്രൽ സെക്ഷനിൽ ഒരു 300 ടേൺസ് വോണ്ട് ചെയ്തു. അപ്പോ അതിന് ഇനീഷ്യൽ കേസിൽ അതിന് ഉണ്ടായിരുന്ന 2 ആംപിയർ എന്ന് പറയുന്നത് റിവേഴ്സ് ആയി എന്ന് പറയുമ്പോൾ -2 ആംപിയർ ആയി എന്നാ പറയുന്നത്. വിത്തിൻ സെക്കൻഡ്സ് പറയുന്നത് 0.25 സെക്കൻഡ്സിലാണ് ആ ഒരു റിവേഴ്സൽ നടന്നത്. ദെൻ EMF ഇൻഡ്യൂസ്ഡ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കറണ്ട് എന്താ ചേഞ്ച് ചെയ്താൽ എന്താവും, അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് എന്തുണ്ടാവും, EMF ഇൻഡ്യൂസ് ചെയ്യും. സോ എന്താണ് അപ്പൊ ഉണ്ടായ ഒരു EMF ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താ പറയാ EMF ഇൻഡ്യൂസ്ഡ് ഉള്ളതിന് അതിന് ഇക്വേഷൻ എന്താണ്, നമുക്ക് E എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു ഒന്നെങ്കിൽ എന്താണ്, നമുക്കറിയാം മ്യൂച്വൽ സെൽഫ് ഇൻഡക്ഷന്റെ കേസിലാണെങ്കിൽ L/di/dt ആണ്. അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷന്റെ കേസിലാണെങ്കിൽ എന്താണ് M/di/dt ആണല്ലോ. സോ നമുക്ക് എമ്മിന്റെ ഇക്വേഷൻ എന്താന്ന് നമുക്കറിയാം, ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, u0 into equal to mu0 into n1 n2 0 n1 n2 into a divided by L ആണെന്ന് അറിയാം. അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് എന്തിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മ്യൂ0ന്റെ വാല്യൂ എന്താണ്, മ്യൂ0ന്റെ വാല്യൂ നമുക്കറിയാം 4π into 10 raised to minus 7 ആണെന്ന് അറിയാം. ദെൻ n1 എന്ന് പറയുന്നത് 2000 ആണ് തന്നിട്ടുണ്ട്. n2 എന്ന് പറയുന്നത് എന്താ 300 ആണ് തന്നിട്ടുണ്ട്. ദെൻ L എന്ന് പറയുന്നത് ഞാനിത് ഇക്വേഷൻ നമുക്ക് കിട്ടി, മ്യൂ0 ഇക്വേഷൻ E ഈക്വൽ ടു മ്യൂ0 n1 n2 into a/L ആണ്. അപ്പൊ ഞാൻ വാല്യൂ പുട്ട് ചെയ്തിട്ട് മേലോട്ട് എഴുതുകയാണ്. 4π into 10 raised to minus 7 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മ്യൂ0ന്റെ വാല്യൂ ആണ്. ദെൻ n1 എന്ന് പറയുന്നത് 2000 ആണ്. ദെൻ n2 എന്ന് പറയുന്നത് 300 ആണ്. ദെൻ എന്റെ വാല്യൂ എത്രയാണ്, എന്ന് പറയുന്നത് 1.2 into 10 raised to minus 3 meter square ആണ് തന്നിട്ടുണ്ട്. ദെൻ L എന്ന് പറയുന്നത് 0.30 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ
നമുക്കറിയാം di/dt എന്നുള്ളൊരു ടേം ഉണ്ടല്ലോ ഇവിടെ. നമ്മളെ ഇക്വേഷൻ എന്തായിരുന്നു? E equal to m into di/dt. അപ്പോൾ m ആണ് mu0 n1 n2 divided by n1 n2 into a divided by l എന്ന് പറയുന്നത്. ദെൻ di/dt ന്റെ ടേം വരും. നമ്മളോട് എന്താ പറഞ്ഞത്? 18.25 സെക്കൻഡില് കറണ്ട് റിവേഴ്സ് ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 എന്നുള്ളത് -2 ആയി. അപ്പോൾ അതിന്റെ ചേഞ്ച് di എന്ന് പറയുമ്പോൾ 2 -2 ഡിവൈഡ് ബൈ എന്താണ് 0.25 സെക്കൻഡ്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 4 into 10⁻⁻⁷. ഞാൻ സീറോസിനൊക്കെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റി എഴുതാണ്. സോ 2000നെ 2 into 10⁻³ എന്ന് എഴുതാലോ. ദെൻ 300നെ 3 into 10⁻² എന്ന് എഴുതാം. ദെൻ 1.2ന് എന്ത് എഴുതാൻ പറ്റും? 12 into 10⁻⁻⁴ എന്ന് എഴുതാലോ. ഡിവൈഡഡ് ബൈ 0.30നെ 3 into 10⁻² എന്ന് എഴുതാം. ദെൻ 2 - 2 പറയുമ്പോൾ എത്രയാ? 2 -2 പറയുമ്പോൾ 4/0.25നെ 25 into 10⁻² എന്ന് എഴുതി. ഓക്കെ, ദെൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ 10⁻²ഉം ഇവിടെ 10⁻² ഉണ്ട്. ദെൻ 10⁻⁴ ആവും. ഞാൻ മാറ്റി എഴുതി തരാം, കാണിക്കാം. 4π into 10⁻⁵ into നോക്കിക്കേ, ഇവിടെ ഒരു 10⁻⁻⁷ ഉണ്ട്. ഇവിടെ ഒരു 10⁻⁻⁴ ഉണ്ട്. അപ്പോൾ സോറി, 10⁻⁻⁷ഉം 10⁻³ അപ്പൊ എന്താണ് നമുക്ക് കിട്ടുക? 10⁻⁻⁴ വരും. ദെൻ പവേഴ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 4π into 2 into 3 into 12 into 10⁻⁻⁷ ഉണ്ട്, 10⁻³ ഉണ്ട്, ഉം ഈ ഒരു 4ഉം കൂടി into 4 10⁻⁻⁷ into 10⁻³ into 10⁻². 10⁻⁻⁴. Then all divided by എന്താണുള്ളത്? 3 into ഇവിടെ ഒരു 25 ഉണ്ട്, 10⁻², 10⁻⁻² ആണ് ഉള്ളത്, ആണല്ലോ.
then നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ 3യും ഈ 3യും ഇവിടെ ക്യാൻസൽ ആയി. then ഇവിടെയുള്ള 2 10⁻²ഉം ഈ 10⁻² കൂടി കൂടിയിട്ട് 10⁻⁴ ആവും. then ആ 10 അപ്പോൾ താഴെ എന്താവും? 10⁻⁴ ആവും. ഈ 10⁻⁴ മുകളിൽ പോകുമ്പോൾ എന്താവും? 10⁻+4 ആവും. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടുന്ന് മാറ്റിയിട്ട് എന്താക്കാം? മുകളിൽ ഇൻറ്റു 10⁻⁴ എന്ന് എഴുതിക്കൂടെ? -4 താഴെയുള്ള -4 മുകളിൽ വരുമ്പോൾ 10⁻⁴ എന്ന് എഴുതാം. സോ 10⁻⁻⁴ഉം 10⁻⁴ഉം തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. then എന്താ ബാക്കിയുള്ളത്? 10⁻³ ഉണ്ട്, 10⁻³ ഉണ്ട്. 10⁻³ 10⁻³ കൂടി കൂടിയിട്ട് എന്തായി പോവും? 10⁻⁻⁴ ആവും. ആണല്ലോ, ഇവിടെ ഒരു -4 വന്നു. then 10⁻⁻⁴ഉം 10⁻²ഉം കൂടി കൂട്ടിയിട്ട് എന്താവും? 10⁻⁻² ആവും. അപ്പൊ ഈ 10⁻⁻⁴ ഇവിടുന്ന് കളഞ്ഞിട്ട് ഇവിടെ ഇൻറ്റു 1 ഉണ്ടാവുക. സോ ഇവിടെ 10⁻⁻² ആവും. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് 4π × 2 × 12 × 4 × 10⁻² ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, ലാസ്റ്റ് നമുക്കിത് ചെയ്താലേ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 48.2 × 10⁻³ വോൾട്ട് എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആ പോയിന്റ് വരുന്ന ഇവിടെ പൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഒന്നെങ്കിൽ 22/7 അല്ലെങ്കിൽ 3.14 കൊടുത്തിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലാസ്റ്റ് ഫൈനൽ ആൻസർ 48.2 × 10⁻³ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്ത് കൊടുക്കുക. പവേഴ്സ് 10ന്റെ പവേഴ്സ് ക്യാൻസൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 48.2 × 10⁻³ വോൾട്ട് ആണ്. അപ്പോൾ 4th ഓപ്ഷൻ ആണ് നമ്മൾ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആ തന്നത്. നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? given number of turns, first coil number of turns 2000 ആണ് തന്നിട്ടുണ്ടായി. then second coil 3000 ആണ് തന്നിട്ടുണ്ടായിരുന്നു. then area of cross section 1.2 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ടായി. then length of coil 0.3 ആണ് തന്നു. then initial current 2 ampere ആണ്. അതിന്റെ റിവേഴ്സൽ ഉണ്ടായത് വിത്തിൻ 0.25 സെക്കൻഡിലാണ് തന്നിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു m × di/dt ആണ്. എമ്മിന്റെ ഇക്വേഷൻ μ0 n1 n2 × a ഡിവൈഡഡ് ബൈ l × di/dt. ഓക്കെ, ഇക്വേഷനിൽ ഓരോ വാല്യൂസും നമ്മൾ പുട്ട് ചെയ്തു. നമ്മൾ പുട്ട് ചെയ്ത വാല്യൂസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ പുട്ട് ചെയ്ത വാല്യൂസ് μ0 എന്ന് പറയുന്നത് എന്താണ്? 4π × 10⁻⁻7 പുട്ട് ചെയ്തു. then n1 എന്ന് പറയുന്നത് 2000 ആണ്.
2000 നമ്മൾ എന്താ എഴുതിയിരുന്നു 2 × 10⁻3 നമ്മൾ കാരണം 10ന്റെ പവേഴ്സ് കുറേ വരുമ്പോൾ ക്യാൻസലേറ്റ് ഇത് കളയാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ദെൻ n2 എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ 300 നമ്മൾ എന്താ എഴുതിയിരുന്നത് 3 × 10⁻2 എന്ന് എഴുതി. ദെൻ ഏരിയ എന്ന് പറയുന്നത് 1.2 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ടായി. സോ അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും 12 എന്ന് എഴുതിയിട്ട് 1.2 × 10⁻³ ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ കളഞ്ഞാല് എന്താ ആ പോയിന്റിന് ഈക്വൽ ആയിട്ട് നമുക്ക് 10ന്റെ പവർ കൊടുക്കണം. സോ 12 × 10⁻⁴ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ കളഞ്ഞത്. സോ അത്രയും പോയിന്റ് ഇവിടെ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം. -3 -1 -4 ആവും. ഓക്കെ 12 × 10⁻⁴ കിട്ടി. ദെൻ എന്താണുള്ളത് നമുക്ക് di/dt di എന്ന് പറയുന്നത് 2 ആംപിയർ ഉള്ളത് -2 ആംപിയർ ആവാണ് ചെയ്തത്. സോ 2 ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ 2 -2 ഡിവൈഡഡ് ബൈ എന്താണ് 0.25 സെക്കൻഡ്. ഓക്കെ ദെൻ എൽ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട് എൽ എന്ന് പറയുന്നത് 0.30 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എല്ലാ വാല്യൂസും പുട്ട് ചെയ്തു, പവേഴ്സ് ക്യാൻസൽ ചെയ്തു, ദെൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ദെൻ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിയത്. ദെൻ നമ്മൾ പൈന്റെ വാല്യൂ എന്താ പുട്ട് ചെയ്യുക പൈന്റെ വാല്യൂ ഒന്നെങ്കിൽ 3.14 നമുക്ക് പുട്ട് ചെയ്യാം, അല്ലെങ്കിൽ 22/7 പുട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ക്യാൻസൽ 22/7 ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ 22/7 പൈക്ക് പുട്ട് ചെയ്യാം, അല്ലെങ്കിൽ 3.14 പോയിന്റ് വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും കൂടി ടൈറ്റ് ആണ്. സോ നമുക്ക് അതർ വാല്യൂസ് അവിടെയുള്ള വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ 22/7 അല്ലെങ്കിൽ 3.14 പൈക്ക് പുട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത് എന്താണ് 48 mV ആണ്. നമുക്ക് ഫൈനൽ 48.2 × 10⁻³ ആണ് കിട്ടിയത്. സോ ആൻസറിൽ കാണിക്കുന്നത് ഓപ്ഷനിൽ കാണിക്കുന്നത് 48 mV ആണ്. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോയിൽ ഈസ് wound as a transformer of rectangular cross section. If all the linear dimension of the transformer are increased by a factor 2 and the number of turns per unit length of the coil remains the same, the self-inductance increased by a factor. അതായത് ഒരു കോയിൽ ട്രാൻസ്ഫോമറിന്റെ രീതിയിലാണ് വോണ്ട് ചെയ്തത്. റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ട്രാൻസ്ഫോമറിന്റെ ആ ഒരു ഫോമിൽ വോണ്ട് ചെയ്തു. ദെൻ അതിന്റെ ലീനിയർ ഡയമെൻഷൻസ് പറയുമ്പോൾ എന്താണ് ലെങ്ത്, ബ്രെഡ്ത്ത്, ഏരിയ എക്സെട്ര അതെന്ന് പറയുന്നത് ബൈ 2 ഫാക്ടർ ഓഫ് 2 ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത്. അതായത് ഡബിൾ ചെയ്തു എന്നാ പറയുന്നത്. സോ അങ്ങനെ ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സെയിം ആയിട്ട് തന്നെ, അതായത് ആ ഒരു സെയിം റിലേഷനിൽ തന്നെയാണ് എന്തുണ്ടായത് ലീനിയർ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് റിമെയിൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസിൽ ഉണ്ടായ ഒരു ഫാക്ടർ ഓഫ് ഇൻക്രീസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യന് നോക്കി നോക്കാം. സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമുക്കറിയാം സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ് L = μ0 × n²
എ ഡിവൈഡ് ബൈ എൽ. അവിടെ മ്യൂ സീറോ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദെൻ എൻ സ്ക്വയർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ദെൻ നമുക്ക് കാൽക്കുലേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ കാൽക്കുലേഷനിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ എന്താ, ലീനിയർ ഡയമെൻഷൻസ് ഒക്കെ ബൈ 2 ഫാക്ടർ ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡബിൾ ചെയ്തു എന്ന് പറയും. അപ്പൊ നമ്മൾ എന്തെടുക്കും, ഫസ്റ്റ് ലെങ്ത് ഓഫ് കോയിൽ ബിഫോർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, L1 ആണ്. ആ L1 എന്ന് പറയുന്നത് ലെങ്ത് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദെൻ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B1ഉം ദെൻ ദാറ്റ് B1 Y ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ L1 ഇൻറ്റു B1 ആണ്. സോ എന്താണ്, എക്സ് വൈ ആണ്. ഇതാണ് ട്രാൻസ്ഫോർമേഷന്റെ മുന്നേ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, എല്ലാം ബൈ 2 ഫാക്ടർ ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ബൈ 2 ഫാക്ടർ എല്ലാം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും, എൽ എന്ന് പറയുന്നത് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. സോ അത് L1 ഫസ്റ്റ് ബിഫോർ ട്രാൻസ്ഫോർമേഷൻ L1 എന്ന് ലെങ്ത് L1 എന്ന് പറയുന്നത് എക്സ് ആക്കി എടുത്തു. ദെൻ ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ L1 എന്നുള്ളത് ബൈ 2 ഫാക്ടർ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്, L2 എന്ന് പറയുന്നത് 2x ആയി എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. L2 എന്ന് പറയുന്നത് 2x ആയി. ദെൻ സെയിം ബ്രെഡ്ത്ത് എന്തായിട്ടുണ്ട്, ബൈ 2 ഫാക്ടർ ഇൻക്രീസ് ചെയ്തു. സോ ബ്രെഡ്ത്ത് B2 എന്ന് പറയുന്നത് 2y ആയിട്ടുണ്ട്. ദെൻ അപ്പൊ എന്താണ് ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവും, ഏരിയ എന്ന് പറയുന്നത് എന്താണ്, L2 ഇൻറ്റു B2. അപ്പോൾ L2 ഉം B2 എന്താണ്, ബൈ 2 ഫാക്ടർ ഇൻക്രീസ്. L2 എന്ന് പറയുന്നത് 2x ആയിട്ടുണ്ട്, B2 എന്ന് പറയുന്നത് 2y ആയിട്ടുണ്ട്. അപ്പൊ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 ടൈംസ് എന്ത് ഇൻക്രീസ് ആയി, ഏരിയ ഇൻക്രീസ് ആയതുണ്ട്. 4 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, എല്ല് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എൽ എന്ന് പറയുമ്പോൾ മ്യൂ 0 n സ്ക്വയർ എ ബൈ എൽ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് റിമെയിൻ സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ n സ്ക്വയർ ആണ്. അപ്പൊ എന്താ നമുക്കറിയാം, ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n എന്ന് പറയുന്നത് എന്താണ്, n ബൈ എൽ ആണ്. സോ ക്യാപിറ്റൽ N എന്ത് കിട്ടും, ക്യാപിറ്റൽ N ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു n. ഇവിടെ n സ്ക്വയറിന് പകരം n സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, സ്മോൾ n സ്ക്വയർ ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എൽ സ്ക്വയർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ L ഈക്വൽ ടു നമുക്ക് എല്ലിന്റെ ഇക്വേഷൻ എന്താണ്, മ്യൂ 0 n സ്ക്വയർ എ ബൈ എൽ എന്നാണല്ലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള യൂണിറ്റ് ലെങ്ത് റിമെയിൻ സെയിം ആണ് തന്നതുകൊണ്ടാണ് നമ്മൾ ടേൺസിന്റെ ഇക്വേഷന് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റുന്നത്. സോ മ്യൂ 0 ഇൻറ്റു n സ്ക്വയറിന് പകരം നമ്മൾ എന്ത് എഴുതും, സ്മോൾ n ഇൻറ്റു സ്ക്വയർ ഇൻറ്റു എൽ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതും. അപ്പോൾ ഇവിടെ എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എൽ ഉണ്ട്. സോ എല്ലും ഒരു എൽ സ്ക്വയറിൽ എല്ലും ക്യാൻസൽ ആയി ഫൈനൽ ആൻസർ എന്ത് കിട്ടും, ഫൈനൽ ഇക്വേഷൻ മ്യൂ 0 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു എൽ എന്ന് കിട്ടും. അതാണ് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ. ദെൻ ഇക്വേഷനിൽ നമ്മൾ പുട്ട് ചെയ്യാണ്. അതിന് മുന്നേ അപ്പോൾ നമ്മൾ L1 കൺസിഡർ ചെയ്യാണ്. ഇവിടെ നോക്കിയ ക്വസ്റ്റ്യനിലെ
μ0 n² എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിൽക്കുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് റിമെയിൻ സെയിം ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് n². സോ μ0 എപ്പോഴും എന്താണ് 4π × 10⁻⁷ ആണ്. അപ്പൊ നമുക്ക് എന്ത് ഇതിലൊരു ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ടേം ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി. ഈ ഒരു ടേം എന്താക്കുന്നില്ല, ഇവിടെ ഇൻഡക്റ്റൻസിനെ ചേഞ്ച് ചെയ്യിക്കുന്നില്ല. ഈ ലീനിയർ ഡയമെൻഷൻസ് ആണ് എന്ത് ചെയ്തത്, എല്ലില് ഡിഫറൻസ് ഉണ്ടാക്കിയത്, അത് ചേഞ്ച് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ L1 എന്ന് പറയുന്നത് എന്താണ്? L എന്ന് പറയുന്നത് L1 എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ L1 ഇൻഡക്റ്റൻസ് പറയുമ്പോൾ L1 × A1 ആക്കി കൺസിഡർ ചെയ്തോളൂ. L2 എന്ന് പറയുമ്പോൾ L2 × A2 ആക്കി കൺസിഡർ ചെയ്യും. സോ L1 എന്ന് പറയുമ്പോൾ x × XY അല്ലെ, നമുക്ക് ഏരിയ x × XY ആ കിട്ടിയത്. ദെൻ L2 എന്ന് പറയുമ്പോൾ നമുക്ക് x എന്തായി, ബൈ 2 ഫാക്ടർ ഇൻക്രീസ് ചെയ്യും. L2 എന്ന് പറയുന്നത് 2L1 ആയതാണല്ലോ, അതായത് 2x ആയത്. അപ്പൊ 2x × എന്താണ് XY എന്താ ഉണ്ടായത്? അപ്പോ ഏരിയ എന്ന് പറയുന്നത് 4 ടൈംസ് ഇൻക്രീസ് ആയിരുന്നു, 4xy. അപ്പൊ നമുക്കിനി ആ ഒരു ഇൻക്രീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് L1നെയും L2നെയും എന്താക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. L1 / L2 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നോക്കിയ x × XY എന്ന് പറയുമ്പോൾ x² y, ദെൻ താഴെ 2x × 4xy. അപ്പൊ എന്താ 2 × 4 8 x² y. ഓക്കെ, അപ്പൊ x²ഉം ക്യാൻസൽ ആയി, y ക്യാൻസൽ ആയി. ദെൻ നമുക്ക് എന്ത് കിട്ടി? L1 / L2 = L1 / L2 എന്ത് കിട്ടി? 1/8 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? L2 = 8 അങ്ങോട്ട് പോകുമ്പോൾ 8 × L1. അപ്പൊ ഇൻഡക്റ്റൻസിൽ ഉണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് ബൈ ഫാക്ടർ ഓഫ് 8 ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിക്കാം. അപ്പൊ നോക്കിയേ, L1 എന്ന് പറയുന്നത് μ0 × n² × L1 × A1, അതാണ് n² x² y എന്ന് പറയുന്നത്. ദെൻ L2 എന്ന് പറയുന്നത് μ0 n² L2 A2, L2ന് A2, L2ന് പകരം 2x കൊടുത്തു. ദെൻ A2ന് പകരം 4xy കിട്ടി. സോ 8 μ0 n² x² y. ഇവിടെ നോക്കിയ രണ്ട് ഇക്വേഷനിൽ μ0 n² ഉണ്ട്. അതാണ് ഞാൻ അത് മാറ്റിയിട്ട് ബാക്കി ടേംസ് മാത്രം, ചേഞ്ച് ചെയ്യുന്ന ടേംസ് മാത്രം എടുത്തിട്ട് ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ, ദെൻ നമ്മള് റേഷ്യോ കണ്ടു, L1 L2ന്റെ റേഷ്യോ കണ്ടു. ദെൻ L1 L2ന്റെ റേഷ്യോ കണ്ടപ്പോ എന്ത് കിട്ടി? μ0 ക്യാൻസൽ ആയി, n² ക്യാൻസൽ ആയി, ദെൻ x² ക്യാൻസൽ ആയി, y ക്യാൻസൽ ആയി, ഫൈനലി 1/8 കിട്ടി. സോ L2 = 8L1 എന്ന് ഫൈനൽ ആൻസർ കിട്ടി. അതായത് 2 ഫാക്ടർ എന്താണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ അതിലുണ്ടായ സെൽഫ് ഇൻഡക്റ്റൻസിൽ ബൈ 8 ഫാക്ടർ ആണ് എന്തുണ്ടായത്, ഇൻക്രീസ് ഉണ്ടായത്. അതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് കറക്റ്റ് റിലേഷൻ ഫ്രം ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ 1 Weber is 1 Gauss, G എന്ന് പറയുന്നത് എന്താണ്, ഗോസ് ആണ്.
കോസ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ 1 വെബർ എന്ന് പറയുന്നത് 1 ഗോസ് സെന്റിമീറ്റർ ഓർ 1 വെബർ 1 ടെസ്ല മീറ്റർ. 1 വെബർ എന്ന് പറയുന്നത് 1 ഗോസ് സെന്റിമീറ്റർ. ദെൻ 1 വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് റിലേഷൻ ഏതാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ അറിയാം, 1 വെബർ എന്ന് പറയുന്നത് എന്താണ്? 1 ടെസ്ല 1 മീറ്റർ സ്ക്വയർ ആണ്. അതായത് എന്താണ്, ഒരു യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന എഫക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, അപ്പൊ അതിനെയാണ് ആ ഒരു ഫ്ലക്സ് ആണല്ലോ വെബർ എന്ന് പറയുമ്പോൾ ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലക്സിനെ നമ്മൾ എങ്ങനെ പറയാ? ഒരു യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോണേ. നമ്മൾ ഫ്ലക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ത് വരും? നമ്മൾ ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ എന്താണ്? ടെസ്ലയും മീറ്റർ സ്ക്വയറും ആണല്ലോ വരിക. അപ്പൊ 1 ടെസ്ല 1 മീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ 1 വെബർ എന്ന് പറഞ്ഞത്. ആ സംഭവം ഈ ഓപ്ഷനിൽ ഇല്ല ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇതിനെ പിന്നെയും ഡിറൈവ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാം 1 ടെസ്ല എന്ന് പറയുന്നത് എന്താണ്? 1 ടെസ്ല എന്ന് പറയുന്നത് 10⁴ ഗോസ് ആണ്. ദെൻ 1 മീറ്റർ സ്ക്വയർ പറയുന്നത് 10⁴ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽസ് ആണ്. അപ്പൊ അതാണ് നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മാക്സ്വെൽസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഫ്ലക്സിന്റെ CGS, നമ്മളെ SI യൂണിറ്റ് അല്ല, CGS യൂണിറ്റ് ആണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വെൻ ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് സൈഡ് ടു ബി പോസിറ്റീവ്? എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് പോസിറ്റീവ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് ഈക്വൽ ടു BA cos θ ആണല്ലോ. അപ്പൊ കോസിന്റെ ടേം ഇവിടെ ഉണ്ടാവുമ്പോ കോസിന്റെ നമ്മൾ ആ റേഞ്ച് എന്താ പറയാ? -1 -2 സോറി 1 ആണല്ലോ നമ്മൾ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, കോസിന്റെ ആയാലും സൈനിന്റെ ആയാലും ഒക്കെ. അപ്പോൾ എപ്പോഴാണ് ഫൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുക നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം കോസിന് തീറ്റന്റെ വാല്യൂ എന്താണ്? 0 ആവുമ്പോ എന്താണ്? 1ഉം ദെൻ 90 cos 0 എന്താണ്? 1 ആണ്. cos 90 എന്താണ്? 0 ആണ്. cos 180 എത്രയാണ്? -1 ആണ് ആണല്ലോ. അപ്പൊ എപ്പോഴാണ് ഇത് 1 ആയെങ്കിലേ ഫ്ലക്സ് എന്താവുള്ളൂ? ഇത് പോസിറ്റീവ് ആവുമ്പോഴേ ഫ്ലക്സും പോസിറ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് തീറ്റന്റെ വാല്യൂ ഏതിലാണ് ഫ്ലക്സ് പോസിറ്റീവ് ആവുക? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിലാണ് എന്തുണ്ടാവുക? ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുക. ഓക്കെ, നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് നോക്കിയേ. The total number of magnetic field lines of force crossing the surface placed in a magnetic field normally is called magnetic induction. അത് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ മാഗ്നറ്റിക് നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് the magnetic flux through any surface placed in a magnetic field is the number of magnetic lines of force crossing this surface is normally. It is measured as the product of component of magnetic field normal to the surface and surface area. നമുക്ക് ഇവിടെ പറഞ്ഞത് എന്താണ്? ഫൈ എന്ന് പറയുന്നത് BA cos θ ആണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ബി ഡോട്ട് എ ആണ്. ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഇതെന്ന് പറയുന്നത് എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കാൻ, മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴാണ് നെഗറ്റീവ് ആണ്. നമുക്ക് അറിയാം തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രിയിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവുന്നത്, നെഗറ്റീവ് ആവുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the magnetic flux in a closed circuit. The magnetic flux in a closed circuit of resistance 20 ohm varies with time. Time t as phi equal to 4t cube plus 2t square minus 5t plus 3. Calculate the magnitude of induced EMF at t equal to 0.1 at t equal to 1 second എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഈക്വൽ ടു ഡി പൈ ബൈ ഡി ടി ആണെന്ന് അറിയാലോ. അപ്പൊ ഫൈ എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്, ഡി ബൈ ഡി ടി ഓഫ് 4t ക്യൂബ് പ്ലസ് 2t സ്ക്വയർ മൈനസ് 15t പ്ലസ് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു ഇക്വേഷന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 4t ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, നമുക്കറിയാം n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ് എക്സിൻ്റെത്. സോ ടീൻ്റെ ആവുമ്പോൾ 3 ഇൻറ്റു 4 ഇൻറ്റു ടി സ്ക്വയർ, n മൈനസ് 1 പറയുമ്പോൾ 3 മൈനസ് 1, ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 2 ടി മൈനസ് 15. ഓക്കെ, നമുക്ക് എന്ത് വരും, 12t സ്ക്വയർ പ്ലസ് 4t മൈനസ് 15 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ, അറ്റ് ടി ഈക്വൽ ടു 1 സെക്കൻഡിലുള്ളതാണ് കാണേണ്ടത്. സോ ടിക്ക് 1 പുട്ട് ചെയ്യാം. സോ ഈക്വൽ ടു എന്ത് വരും, 12 ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 മൈനസ് 15. സോ 12 പ്ലസ് 4 എത്രയാണ്, 12 പ്ലസ് 4 16 മൈനസ് 15 എന്ന് പറയുമ്പോൾ 1 വോൾട്ട് അല്ലേ. അപ്പോൾ ചെയ്തത് ശരിയാണോ നോക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താ ചോദിച്ചാൽ നമുക്കറിയാം ഈ ഈക്വൽ ടു എന്താണ്, മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി ആണല്ലോ. നമ്മളെ ലെൻസസ് ലോന്റെ മൈനസ് കൂടി ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ ഓൾ ഓവർ മൈനസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക, മൈനസ് 12 മൈനസ് 4 പ്ലസ് 15 അല്ലേ വരിക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഐ തിങ്ക് ചെറിയൊരു തെറ്റുണ്ട്. കാരണം നമ്മൾ ഡി ഫൈവ് ബൈ ഡി ടി ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്, 0 ആയി പോകും. സോ ഇവിടെ 3 വരാൻ പാടില്ല, ഇത് തെറ്റാണ്. സോ നമ്മൾ ചെയ്തത് തന്നെയാണ് ശരി. ഇവിടെ ഈ 3 ഉണ്ടാവില്ലല്ലോ. സോ
-12 -4 -16 +15 വരുമ്പോൾ -1 അല്ലെങ്കിൽ 1 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഐ തിങ്ക് ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല. ഇതിവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് എന്തോ ആയിട്ട് തെറ്റിപ്പോയതാണ്, സോറി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എ ക്ലോസ്ഡ് ലൂപ്പ് മൂവ് നോർമൽ ടു ദ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് മൂവ് നോർമൽ ടു ദ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ലാർജ് കപ്പാസിറ്റർ. What is the amount of current produced when it is wholly inside the region between the capacitor plates? അതായത് ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഒരു ലാർജ് കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിലുള്ളത്. ഒരു ക്ലോസ്ഡ് ലൂപ്പ് അതിന് നോർമൽ ആയിട്ട് മൂവ് ചെയ്യാണ്. ദെൻ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് വോളി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് പ്രൊഡ്യൂസ്ഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ്പ്ലനേഷൻ പറയുന്നത് നോക്കിയേ. ആ ഒരു കേസിൽ നോ കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് വോളി ഇൻസൈഡ് ദ റീജിയൻ ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ്. Current cannot be induced by changing electric flux, so the amount of current produced when it is wholly inside the region between the capacitor plates is zero. അതായത് കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് വോളി ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാക്കാൻ പറ്റൂല, കറന്റ് ചേഞ്ച് ചെയ്തിട്ട് എന്താ ഒരു ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റൂല. സോ അവിടെ എന്തുണ്ടാവില്ല, കറണ്ട് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. സോ ആൻസർ 0 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The current in a wire passing normally through the center of a conducting loop is increasing at a constant rate. What is the net current induced in the loop? അതായത് ഒരു കണ്ടക്ടിങ് ലൂപ്പിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന വയറിലുള്ള കറണ്ട് ഇൻക്രീസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നെറ്റ് കറണ്ട് എത്രയാണ്, ഇൻഡ്യൂസ്ഡ് എത്രയാണെന്നാണ് പറയാൻ ചോദിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡ്യൂ ടു കറണ്ട് ആർ പാരലൽ. സോ അവിടെ നെറ്റ് എന്ന് പറയുന്നത് പാരലൽ ആയതുകൊണ്ട്, പ്ലെയിൻ ഓഫ് ലൂപ്പിന് പാരലൽ ആയതുകൊണ്ട് എന്താണ്, ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ലൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഹെൻസ് നോ കറന്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. അതാണ് ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് ലാസ്റ്റ് വന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എഡ്ഡി കറന്റിന്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ലോ ഏതാണെന്ന ക്വസ്റ്റ്യന്. സോ അത് സിംപ്ലി ലെൻസസ് ലോ തന്നെയാണ്. എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് തന്നെയാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, നമ്മളെ ലെൻസസ് ലോ തന്നെയാണ്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, എഡ്ഡി കറന്റ്സ് ആർ ദ കറന്റ്സ് ഇൻഡ്യൂസ്ഡ് eddy current are the current induced in a solid metallic masses when magnetic flux threading through them change. അതായത് ഒരു മെറ്റാലിക് മാസസില് ഇതിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിനെയാണ് എന്ത്, എഡ്ഡി കറന്റ് എന്ന് പറയുന്നത്. എഡ്ഡി കറന്റ് ആൾസോ opposes the change in magnetic flux, so their direction is given by Lenz's law. Okay, next ക്വസ്റ്റ്യനിലേക്ക് പോവാം. Identify the expression for the
മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -BLV ആണ്. ഫസ്റ്റ് ആൻസർ ആണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ബൈ ദ മോഷൻ ഓഫ് കണ്ടക്ടർ അക്രോസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അക്രോസ് ആയിട്ട് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ മൂവ്മെന്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-നെയാണ് എന്ത് പറയുന്നത്, മോഷണൽ ഇലക്ട്രോമോട്ടീവ് EMF എന്ന് പറയുന്നത്. ഫോഴ്സ് അല്ലെങ്കിൽ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദ എക്സ്പ്രഷൻ ഫോർ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് E ഈക്വൽ ടു -VL into B എന്ന് പറയുന്നത് B ആണ്. This equation is true as long as the velocity, magnetic field and the length are mutually perpendicular to each other. The negative sign is associated with the Lanz's law. Okay. അതായത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, മൂന്നാളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, അത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതായത് വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും നമ്മളെ വെലോസിറ്റി ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ആയാലും എന്താണ് ലെങ്ത്തും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ, അതായത് നമ്മളെ XYZ കോർഡിനേറ്റ് നിൽക്കുന്നത് പോലെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവുമ്പോൾ ഈ ഇക്വേഷൻ ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. A bar of length 0.7 meter slides along metal rails at a speed of 1 meter per second. The bar and rails are in magnetic field of 20 Tesla pointing out in the page. Calculate the motional EMF. Motional EMF കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലെങ്ത് എന്ത് തന്നിട്ടുണ്ട്, 0.7. ലെങ്ത് എന്ന് പറയുന്നത് 0.7 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സ്പീഡ് പറയുന്നത് 1 മീറ്റർ സെക്കൻഡ് ആണ്, 1 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് 20 ടെസ്ലയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ റിക്കേർഡ് ഇക്വേഷൻ നമ്മൾ തൊട്ട് മേലെയുള്ള ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. നമ്മൾ പറഞ്ഞത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഈക്വൽ ടു -VL into B എന്ന് പറയുന്നത്. നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് അത് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഇക്വേഷനിൽ വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ V എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ലെങ്ത് എന്ന് പറയുന്നത് 0.7 മീറ്റർ ആണ്. എല്ലാം സെയിം യൂണിറ്റിൽ തന്നെ ഉള്ളത്. B എന്ന് പറയുന്നത് ടെസ്ലയാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ 40 വോൾട്ട് എന്ന് 0.7 into 2 എന്ന് പറയുമ്പോൾ ഓക്കെ 40 വോൾട്ട് ആണെന്ന് കിട്ടും. Then next question. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, എ ബാർ ലെങ്ത് ഓഫ് 0.15 meter slides along the metal rails at a speed of 5 meter per second. The bar and rails are in magnetic field of 40 Tesla pointing out into the page. The resistance of two resistors in parallel is both 20 ohm and the resistance of bar is 5 ohm. What is the current in the bar? Okay. അപ്പൊ നമ്മളോട് കറണ്ട് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനില് L എന്ന് പറയുന്നത് 0.15 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് 40 ടെസ്ലയാണ് തന്നിട്ടുണ്ട്. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. R1 10 ohm ആണ്. ദെൻ R2 10 ohm ആണ്. ദെൻ R3 എന്ന് പറയുന്നത് 5 ohm ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ EMF എന്ന് പറയുന്നത് എന്താണ്, VL into B ആണ്. അത് നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ ഓരോ വാല്യൂസും V എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡും L എന്ന് പറയുന്നത് 0.15 മീറ്ററും ദെൻ
ബി എന്ന് പറയുന്നത് 40 അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആൻസർ 30 വോൾട്ട് ആണ് കിട്ടി. ഓക്കെ, ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, R1 ഉം R2, അതായത് നമ്മളെ എന്താണ് റെസിസ്റ്റേഴ്സിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് ഉള്ളത്. അത് R1 ഉം R2 എന്താണ് പാരലൽ ആണ്. പാരലൽ റെസിസ്റ്റേഴ്സിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയാ നമ്മൾ കാണുക, 1/, എടുത്തിട്ട് നമ്മൾ കാണുക, 1/10 പ്ലസ് 1/10 വെച്ചിട്ടാണ് നമ്മൾ കാണുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 10 ഓം ആണെന്ന് കിട്ടി. ദെൻ R ടോട്ടൽ എന്ന് പറയുമ്പോൾ പ്ലസ് 3യും കൂടി, അതായത് 2R. ഈ 10 എന്ന് പറയുന്നത് എന്താണ്, രണ്ട് 10 ഓമുകള് പാരലൽ ആയിട്ട് വന്നിട്ടുള്ളത് 10. ഓക്കെ, അപ്പോൾ R+R3 വരുമ്പോൾ 10 + 5 15 ഓം ആണ് ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, EMF റെസിസ്റ്റൻസ് ആണ്. EMF 30 വോൾട്ട് ആണ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് 15 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, 2 ആംപിയർ ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ 2 ആംപിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question നോക്കിക്കേ. A bar of length 2 meter is said to fall freely in magnetic field of magnitude 50 Tesla. What is the motional EMF in bar when it has fallen 40 meters? ഒരു 2 meter ലെങ്ത് ഉള്ള ബാർ ഫ്രീ ഫോൾ ചെയ്യാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 50 ടെസ്ലയിൽ. What is the motional EMF in the bar when it has fallen 40 meters? അതായത് 40 മീറ്റേഴ്സിലേക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മോഷണൽ EMF എന്താണെന്നാണ് ക്വസ്റ്റ്യന്. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. L എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 50 ടെസ്ലയാണ് തന്നിട്ടുണ്ട്. ഇത് ബാർ ഈസ് സെഡ് ടു ബി ഫാളിംഗ് ഫ്രീ, അതായത് ഫാളിംഗ് ഫ്രീ ആവുമ്പോൾ എന്താണ്, യു എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ഇക്വേഷൻ നമുക്ക് എന്താ പറയാ, v² - u² എന്ന് പറയുന്നത് 2gh ആണല്ലോ. അവിടെ g എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ, ആ ഒരു ഫ്രീ ഫോളിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ആണ് g എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ യു എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. നമുക്ക് ഫ്രീ ഫോളിൽ യു എന്ന് പറയുന്നത് 0 ആണ്. സോ v² എന്ന് പറയുന്നത് 2gh ആണ്. h എന്ന് പറയുന്നത് 40 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ v എന്ന് പറയുന്നത് എന്തായിരിക്കും, v² 2gh ആണെന്നുണ്ടെങ്കിൽ v എന്ന് പറയുന്നത് √2gh ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, √2gh. ജിന്റെ വാല്യൂ എന്താണ്, ജിന്റെ വാല്യൂ എന്താണ്, g = 9.8 മീറ്റർ പെർ സെക്കൻഡ്. അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ്. സോ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്തു. ദെൻ v എന്ന് പറയുന്നത് 28 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ വെലോസിറ്റി നമുക്ക് കിട്ടി. നമുക്ക് എന്താ മോഷണൽ EMF കാണണമെങ്കിൽ നമുക്ക് ലെങ്ത് കിട്ടണം, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് കാണണം, ദെൻ ഫൈനലി നമുക്ക് എന്ത് കൂടി വേണം, വെലോസിറ്റി കാണും. ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെലോസിറ്റി നമ്മൾ കാണേണ്ടിയിരുന്നു. അപ്പൊ നമ്മൾ ന്യൂട്ടൺസിന്റെ തേർഡ് ഇക്വേഷൻ വെച്ചിട്ട്, തേർഡ് ലോ വെച്ചിട്ട് നമ്മൾ എന്താക്കി, വെലോസിറ്റി ഫൈൻഡ് ചെയ്തു. ദെൻ ഇനി മോഷണൽ EMFന്റെ ഇക്വേഷനിൽ നമ്മൾ v × L × B യിലേക്ക് നമ്മൾ അത് പുട്ട് ചെയ്യാണ്. സോ v 28 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടി. ദെൻ L എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ B എന്ന് പറയുന്നത് 50 ടെസ്ലയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2800 വോൾട്ട് ആണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
Then next question നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് എന്താന്ന് നോക്കിക്കേ. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് മോഷണൽ ഇ എം എഫ് ആർ എക്സാക്ട്ലി സെയിം. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മോഷണൽ ഇ എം എഫ് എക്സാക്ട്ലി സെയിം ആണെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കാരണം പറയാണ് എക്സ്പ്ലനേഷൻ. ഇ എം എഫ് ആൻഡ് ഇമോഷണൽ ഇ എം എഫ് എക്സാക്ട്ലി സെയിം അല്ല. ദേ ആർ നോട്ട് എക്സാക്ട്ലി സെയിം. അക്കോർഡിംഗ് ടു ദ പാരഡൈസ് ലോ ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ക്രിയേറ്റഡ് വെൻ ദർ ഈസ് എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ലൂപ്പ്. അതായത് ഫാരഡേന്റെ ലോ പ്രകാരം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവിടെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ ലൂപ്പ്. ആ ലൂപ്പിലെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. If changing EMF is due to some kind motion of conductor in a magnetic field, then it would called a motional EMF. Motional EMF എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ മോഷൻ കാരണമാണ് നമ്മൾ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന EMF നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഷണൽ EMF എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന ആ ലൂപ്പില്, വിത്തിൻ ലൂപ്പില് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ഈ ഒരു സെന്റൻസ് ആണ് നമ്മൾ എന്താക്കുന്നത്? മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അതായത് കണ്ടക്ടറിന്റെ മോഷൻ ആണ് എന്തുണ്ടാക്കുന്നത്? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് എന്ത്? മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. അതാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫും അതായത് മോഷണൽ ഇ എം എഫും എക്സാക്ട്ലി സെയിം അല്ല എന്ന് പറയുന്നത്. ബട്ട് ദർ സം റിലേഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന് പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പവർ ഇൻ എ റെക്ടാങ്കുലർ കണ്ടക്ടർ. അതായത് ഒരു റെക്ടാങ്കുലർ കണ്ടക്ടറിലുള്ള പവറിന്റെ ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കിയേ. റെക്ടാങ്കുലർ കണ്ടക്ടറിലുള്ള ഇ എന്ന് പറയുന്നത് എന്താണ്? ബി ഇൻറ്റു എൽ ഇൻറ്റു പി ആണ്. അപ്പൊ നമുക്ക് പവർ എന്താണ്? പവർ എന്ന് പറയുന്നത് എന്താണ്? ഐ സ്ക്വയർ ആർ ആണ്. നമുക്ക് ഐ എന്ന് പറയുന്നത് ഇ ബൈ ആറും. അപ്പൊ ജസ്റ്റ് ഇക്വേഷനില് പിന്റെ ഇക്വേഷനില് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് പവറിന് കുറെ ഇക്വേഷൻ, പി ഈക്വൽ ടു വി ഐ ഉണ്ട്, പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഉണ്ട്. ദെൻ അപ്പൊ ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ആറിന്റെ ടേമിലുള്ള ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പിക്ക് എന്ത് കൊടുത്തത്? ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താണ്? ബി എൽ വി ബൈ ആർ. അപ്പൊ സ്ക്വയർ വരുമ്പോ എല്ലാത്തിനും സ്ക്വയർ, ദെൻ ഇൻറ്റു ആറും കൂടി വരുമ്പോ പവർ ആവുമ്പോ ഐ സ്ക്വയർ ഇൻറ്റു ആർ ആണല്ലോ. മനസ്സിലാവുന്നില്ലേ? നമുക്ക് എന്താ പറയാ? പി എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആർ. ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? പവറിന്റെ ഇക്വേഷൻ ആണ് ഐ സ്ക്വയർ ആർ എന്ന് പറയുന്നത്. അപ്പൊ ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇ ബൈ ആർ ആണല്ലോ. അപ്പൊ ഇ ബൈ ആർ എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്നത് ബി എൽ ഇൻറ്റു വി. അതാണ് നമ്മളെ മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ എന്ന് പറയുന്നത് ഇ ബൈ ആർ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇ ബൈ ആർ ഹോൾ സ്ക്വയർ. ദെൻ ബി എൽ വി ബൈ ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. അപ്പൊ ഇവിടെയുള്ള ആറും ഇവിടെയുള്ള ഒരു ആർ സ്ക്വയറും കൂടി ക്യാൻസൽ ആവും. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ
ബൈ ആർ സ്ക്വയർ ആണ് നമ്മളെ ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻറ്റു ആറും കൂടി ഉണ്ട്. അപ്പൊ ഈ ആറും ഇവിടെ ഒരു ആറും ക്യാൻസൽ ആവും. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ്? നമ്മളെ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആറാണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.